ഒരു രാജാവിന് 4 പുത്രന്മാരുണ്ടായിരുന്നു. രാജഗുരുവിന്റെ നിർദ്ദേശമനുസരിച്ച് 4 പുത്രന്മാർക്കും 4 ഗുണങ്ങളുടെ പേരിടാൻ രാജാവ് തീരുമാനിച്ചു. അതിൻ പ്രകാരം ധൈര്യം, അറിവ്, കൂട്ടായ്മ, പ്രതീക്ഷ എന്ന് അവർ നാമകരണം ചെയ്യപ്പെട്ടു. ഒരിക്കൽ അവർ 4 പേരും കൂടി ദുർഘടമായ ഒരു കടൽ യാത്ര ചെയ്യുകയായിരുന്നു. അവരുടെ തോണി നടുക്കടലിൽ കൊടുങ്കാറ്റിൽപ്പെട്ടു. തിരമാലകൾ ആഞ്ഞടിച്ചപ്പോൾ ഒന്നാമത്തെ തുഴച്ചിൽക്കാരനായ ധൈര്യം പറഞ്ഞു, ഈ തിരമാലകൾക്ക് മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാനാവില്ല, ഞാൻ തുഴച്ചിൽ നിർത്തുകയാണ്. അതുകണ്ട് രണ്ടാമത്തെ തുഴച്ചിൽക്കാരനായ അറിവ് ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, നോക്കൂ, ആകാശത്ത് ഒരു നക്ഷത്രങ്ങൾ പോലും കാണാനാവില്ല, നമുക്ക് ദിശ അറിയാനാവില്ല, അതിനാൽ ഞാനും തുഴച്ചിൽ നിർത്തുകയാണ്. ഇത് കണ്ട് മൂന്നാമനായ അറിവ് പറഞ്ഞു, എല്ലാവരും തോൽവി സമ്മതിച്ച സ്ഥിതിക്ക് ഞാനും പിന്മാറുകയാണ്, എനിക്ക് തന്നെ പിടിച്ചു നിൽക്കാനാവില്ല. അവനും തുഴച്ചിൽ നിർത്തി തുഴ താഴെ വെച്ചു. തോണി തിരമാലയിൽപ്പെട്ട് ആടി ഉലയുകയാണ്. എന്നാൽ നാലാമനായ പ്രതീക്ഷ മാത്രം തുഴ മുറുക്കെ പിടിച്ചുകൊണ്ട് ആഞ്ഞു തുഴഞ്ഞുകൊണ്ടിരുന്നു. ഇത് കണ്ട് മറ്റുള്ളവർ ചോദിച്ചു, നീ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? തോണി മുങ്ങാൻ പോവുകയാണ്, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവൻ പറഞ്ഞു, എന്റെ കൈകൾ ചലിക്കുന്നിടത്തോളം കാലം ഞാൻ തോൽക്കില്ല. ആരെങ്കിലും ഒരാൾ തുഴഞ്ഞാലും തോണി മുന്നോട്ട് തന്നെ പോകും. അവന്റെ ആ ഒറ്റ തുഴയുടെ ശക്തിയിൽ തോണി മുന്നോട്ട് തന്നെ നീങ്ങി. ഇത് കണ്ടപ്പോൾ നിരാശരായിരുന്ന മറ്റു 3 പേർക്കും തങ്ങൾക്കും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് തോന്നി. ഒരാളിൽ നിന്ന് കിട്ടിയ ഊർജത്തിൽ അവർ മൂവരും തുഴകൾ കയ്യിലെടുത്തു. ഒടുവിൽ അതിജീവനത്തിന്റെ സ്ഫുലിംഗങ്ങൾ അവരെ തേടിയെത്തി. അവർ കൊടുങ്കാറ്റിനെ അതിജീവിച്ച് കരയിലെത്തി. ജീവിതത്തിൽ എന്തെങ്കിലും അവസാനിപ്പിക്കാൻ 100 ന്യായീകരണങ്ങൾ കണ്ടെത്താനാകും. സാഹചര്യങ്ങൾ മോശമാണ്, കൂടെ ആരുമില്ല, വിജയിക്കുമെന്ന് ഉറപ്പില്ല, ഇവയെല്ലാം പിന്മാറുന്നവന്റെ ഒഴിവുകഴിവുകൾ മാത്രമാണ്. ഈ ന്യായങ്ങളെല്ലാം മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഒരിക്കലും സ്വന്തം മനസാക്ഷിയോട് കള്ളം പറയാനാവില്ല. സാഹചര്യം അനുകൂലമാകാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഒരിക്കലും യാത്ര തുടങ്ങാനാവില്ല. എന്തൊക്കെ സംഭവിച്ചാലും എന്റെ കയ്യിലുള്ള തുഴ ഞാൻ താഴെ വെക്കില്ല എന്ന് ചിന്തിക്കുന്നവരാണ് കൂടെയുള്ള മറ്റുള്ളവർക്കും ധൈര്യം പകരുന്നത്. നിരാശയുടെ കൊടുങ്കാറ്റിൽ തളരാത്ത ഒരാൾ മതി കൂടെയുള്ള ഒരു വലിയ സംഘത്തെ മുഴുവൻ വിജയത്തിലേക്ക് എത്തിക്കുവാൻ. പലപ്പോഴും പരാജയത്തിന്റെ കപ്പലുകൾ മുങ്ങുന്നത് കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടായിരിക്കില്ല, തുഴയുന്നവർ തോൽവി സമ്മതിക്കുന്നത് കൊണ്ടായിരിക്കും. പ്രതീക്ഷ എന്നത് അവസാന വാക്കല്ല, അത് പ്രതിസന്ധിയിലെ ആയുധമാണ്. 1000 പേർ ഇരുളിൽ നിൽക്കുമ്പോൾ വെളിച്ചം തേടിപ്പോകുന്ന ഒരാളായി മാറുക. ബാക്കിയുള്ളവരെല്ലാം നിങ്ങളുടെ പിന്നാലെ വന്നോളും. സാഹചര്യം സൃഷ്ടിക്കുന്നവൻ രാജാവും സാഹചര്യം നോക്കി ജീവിക്കുന്നവൻ ഇരയുമായിരിക്കും എന്നതാണ് പ്രകൃതി നിയമം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ കമന്റുകളാണ് എൻ്റെ ഊർജം. താങ്ക്